guys, welcome back to another video from NIZAM. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഓൾറെഡി 2.1K ഫാമാണ്. എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സോ അത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡിസ്കോഡിൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഡിസ്കോഡ് ആപ്പ് യൂസ് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യാമെന്നുള്ളതാണ്. സോ ഗൈസ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. സോ ഗൈസ്, അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡിസ്കോഡ് അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഗൈസ്, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. സോ ഓപ്പണായി വരട്ടെ ഗൈസ്. സോ ഗൈസ്, എന്നതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ സെർവറിലേക്ക് എത്തുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ വോയിസ് ചാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ ജോയിൻ വോയിസ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൻ ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ നിങ്ങൾ ഗെയിമിൻ്റെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും താഴെ ബോട്ടം സൈഡിൽ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഗെയിംസ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാൻ വേണ്ടി പറ്റും. ആ 3 ഡോട്ട്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആഡ് ആപ്പ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ആഡ് ടു സെർവർ എന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെർവർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ സെർവർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓതറൈസ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെർവറും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് എന്ന ആപ്ലിക്കേഷനും ഈ ഒരു ഡിസ്കോഡ് സെർവറിലേക്ക് ബൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ഒരു സക്സസ്ഫുള്ളി നമ്മുടെ ആ ഒരു ബൈൻഡിങ് സക്സസ് ആയിരിക്കുകയാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആപ്പ് എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കോഡിലൂടെ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ആ ലോഞ്ച് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കോഡ് ആപ്പിലൂടെ നമ്മുടെ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ സെർവറുമായിട്ട് ബൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചാനലിലെ മെമ്പേഴ്സിനും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ലോഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ തന്നെ ലൈവിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സെർച്ചും ചെയ്യാം, മറ്റൊരു ചാനൽ സെർച്ചും ചെയ്യാം. സോ ഗൈസ്, നിങ്ങളൊരു സ്റ്റേബിൾ നെറ്റ്വർക്ക് കണക്ഷൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ എടുക്കുക. സെല്ലുകളാണെങ്കിൽ ഒരു സ്റ്റേബിൾ നെറ്റ്വർക്ക് കണക്ഷൻ എടുക്കുക. സോ ഗൈസ്, അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈവ് സെലക്ട് ചെയ്യുക. സോ ലൈവ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായി ഒരു കാണാം സ്ക്രീന് ഫില്ലാക്കേണ്ട ഒരു ഓപ്ഷൻ. സോ അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, എക്സ്പാൻഡ് സ്ക്രീൻ എന്നുള്ള ഭാഗം. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു റെഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റെഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു പ്ലേലിസ്റ്റിൻ്റെ ബട്ടൺ. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വോയിസ് ചാറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ലൈവ് സ്ട്രീം നിങ്ങൾക്ക് പ്ലേ ആവുന്നതായിരിക്കും. ആ ഒരു വോയിസ് ചാറ്റിൽ എല്ലാവർക്കും ആ ഒരു ലൈവ് സ്ട്രീം കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഗൈസ്, ഐ തിങ്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സ്ട്രീം പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഗെയിം പ്ലേ ചെയ്യാവുന്നതാണ്. സോ ഡെസ്ക്ടോപ്പിലേക്ക് ഇത് അവൈലബിൾ ആണ്. മൊബൈൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗൈസ്, അവൈലബിൾ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. സോ എങ്ങനെ ചെയ്യണത് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഇത്ര സിമ്പിളായി നമുക്ക് ഡിസ്കോഡ് ആപ്പിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ യൂട്യൂബ് ലൈവ് സ്ട്രീം നിങ്ങൾക്ക് ഈ ഡിസ്കോഡിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കോഡിലെ മെമ്പേഴ്സുമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതിനും പുതിയ ഒരുപാട് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ പ്രതീക്ഷയിൽ NIZAM signing out. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue